എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആദ്യമേ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുള്ളത്, ടൈറ്റിലും തംബ്നെയിലും കണ്ടിട്ട് എടുത്തിയാടി കമൻറ്റ് ചെയ്യാതെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ട ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല ഞാൻ പറയാൻ പോകുന്നത്. പെട്ടെന്ന് കഴിയുന്നത്ര വേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിവാദത്തെ പറ്റിയിട്ടാണ്. ഇനി അവർ ന്യൂസ് കാണാനിടയായി നമ്മുടെ ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ ഹൈക്കോടതിയെ സമീപിച്ചു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എന്നും പറഞ്ഞ്. അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കേരളത്തിൽ ചാരിറ്റി പ്രവർത്തനം വിവാദമാകാൻ കാരണം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. വർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ആ പെൺകുട്ടി തൻ്റെ അമ്മയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള സാജൻ കേച്ചേരി, അതുപോലെ തന്നെ ഫിറോസ് കുന്നംപറമ്പിൽ, അവരെയൊക്കെ കൊണ്ട് ഫേസ്ബുക്ക് വീഡിയോയും ലൈവും പോസ്റ്റും ഷെയറൊക്കെ ചെയ്യിപ്പിച്ച് ആ ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് 1,25,00,000 രൂപ വരുവാണ്. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തകർ എല്ലാ രോഗികളുമായിട്ട് ചെയ്യുന്ന ഒരു മുൻധാരണ എന്തെന്നാൽ ഒരു കരാറാണ്, ഒരു വാക്കാലുള്ള കരാറാണ്. നിങ്ങൾക്ക് വേണ്ട പൈസ അതിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് എത്രയാണ് വേണ്ടതെന്ന് അറിയാമല്ലോ, ആ പൈസ കൊടുക്കാമെന്ന് പറയും. ബാക്കി പൈസ ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ വേറെ രോഗികൾക്ക് കൊടുക്കും എന്നുള്ള ഒരു വാക്കാലുള്ള കരാറിലാണ് ഈ ചാരിറ്റി പ്രവർത്തകർ എല്ലാ രോഗികളുമായിട്ട് ലൈവ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്തെന്നാൽ ആ പെൺകുട്ടി തൻ്റെ വാക്ക് തെറ്റിച്ച് അതിൽ തെറ്റില്ലല്ലോ, അങ്ങനെ പറഞ്ഞില്ലല്ലേ. ആ പെൺകുട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വാക്ക് തെറ്റിച്ച് ഈ പറഞ്ഞ എമൗണ്ട്, ബാക്കിയുള്ള എമൗണ്ട് ഈ ഒരു ചാരിറ്റി പ്രവർത്തകരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ല. അത് കാരണം ബാക്കി ചികിത്സയ്ക്കും ആവശ്യം വരും, അതുകൊണ്ട് തന്നെ എനിക്ക് തരാൻ പറ്റത്തില്ല, ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ പറയുന്ന ആൾക്കാർ, ഈ പറയുന്ന ചാരിറ്റി വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഫോണിലൂടെയൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു വിഷയം വിവാദമാവുകയാണ്. ഈ പെൺകുട്ടി ലൈവ് വന്നു, ആ ഒരു വിഷയം വിവാദമായി. നമ്മുടെ മന്ത്രി ശൈല ടീച്ചർ വരെ ആ പെൺകുട്ടിയെ വിളിച്ചിടപെട്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഈ ചാരിറ്റി പ്രവർത്തകരുടെ സുതാര്യതയും അവർ പൈസ മുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരുപാട് ചർച്ചയായാണ്. കാരണം ബാക്കി പൈസ ഇവർ എന്താണ് ചെയ്യുന്നുള്ള കാര്യമാണ് അതിലാണ് എല്ലാവർക്കും സന്ദേഹം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ചാരിറ്റി വർക്കേഴ്സിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും അതിൻ്റെ മുൻനിരയിലുള്ളത് നമ്മുടെ ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ, സാജൻ കേച്ചേരി, സുശാന്ത് നിലമ്പൂർ, അങ്ങനത്തെ കുറച്ച് പേരാണ്. അവർ ചെയ്യുന്ന കാര്യം ശരിയാണോ? ഈ പറഞ്ഞ് ലൈവ് ഇട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ ബാക്കി പൈസ അക്കൗണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നോ എന്നൊക്കെ പറയുന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമാണോ? അതുപോലെ തന്നെ ഇതിൽ കള്ളം നടക്കുന്നുണ്ടോ? ഇതിൽ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വളരെ സുതാര്യമായിട്ട് കുറ്റമറ്റതായിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരെ പറ്റി ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്തെന്നാൽ, ആക്ഷേപം എന്തെന്നാൽ, ഈ ഒരു രോഗിയുടെ അക്കൗണ്ടിലോട്ട് വരുന്ന പൈസ അദ്ദേഹത്തിന്, ആ ഒരു രോഗിക്ക് ആവശ്യമുള്ളത് മാറ്റിവെച്ചിട്ട് ബാക്കി തുക ഈ ഒരു ചാരിറ്റി വർക്കേഴ്സിനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു വാക്കാലുള്ള കരാറ്. അപ്പോൾ ഇവരെ പറ്റി ഉന്നയിക്കുന്ന ആരോപണം എന്തെന്നാൽ ഈ ഒരു തുക ഇവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമല്ലോ, മറ്റു രോഗികൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാണ് അവർ മേടിക്കുന്നത്. ആ പൈസ ഇവർ കൈയിട്ട് വാരുന്നു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. അത് സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, വീട് വയ്ക്കുന്നു, കാർ മേടിക്കുന്നു എന്നൊക്കെയുള്ളതാണ് ആരോപണം. ഇതിൻ്റെ വസ്തുതാപരമായ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തെളിയിക്കുന്നവരെ ഇവർ കുറ്റക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരാൾ കുറ്റക്കാരൻ ആണെന്ന് പറയണമെങ്കിൽ അവർ കുറ്റം ചെയ്തെന്ന് തെളിയണം. അപ്പോൾ അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ അതിൽ നിന്ന് പൈസ മുക്കുന്നുണ്ടെന്നോ അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ടെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഒരു കാര്യമൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലേ. അഴിമതിയും ഈ പറയുന്ന കൈയിട്ട് വാരലും പൈസ അടിച്ചു മാറ്റലൊക്കെ അല്ലേ, ഉറപ്പാണല്ലോ. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു പോലീസുകാരോ ഏതെങ്കിലും ഒരു ഏജൻസിയോ അന്വേഷിച്ച് കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ. അതുവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതൊന്നുമല്ല, നമ്മുടെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യത്തെ പറ്റിയിട്ടാണ്. കാരണം ഇവിടെ മനുഷ്യത്വമാണ് ഇവിടുത്തെ എലമെന്റ്. ഈ മനുഷ്യത്വത്തിന്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രോഗികളുടെ അക്കൗണ്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ അവർ നിയമം വഴി ബാധ്യസ്ഥരാണോ ഈ പറയുന്ന അക്കൗണ്ടുകളിലോട്ടൊന്നും പൈസ ഇട്ട് കൊടുക്കാൻ? അല്ല, അവർക്ക് വേണമെങ്കിൽ അയച്ചാൽ മതി. അവർക്ക് ഈ പറയുന്ന രോഗികളെ കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ഹൃദയത്തിൽ നിന്ന് എടുത്ത് അയക്കുന്നതാണ് ആ പൈസ. തീർച്ചയായിട്ടും ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളാണ് അയക്കുന്നത് എന്നുള്ളതും വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുവാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്, അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ബയോളജിക്കൽ സ്റ്റഫാണല്ലേ. എപ്പോൾ ഏത് തരത്തിലുള്ള രോഗം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് പത്രത്തിലെ ചരമക്കോളം ഒന്ന് എടുത്ത് നോക്കി, കുഴഞ്ഞു വീണ് മരിച്ചു എന്നും പറഞ്ഞ് എത്ര കേസാണ് കാണുന്നത്. ആക്ച്വലി എന്തായി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്? നിന്ന നിപ്പിൽ നിലത്തോട്ട് വീണിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു വല്ലായ്മ തോന്നിയിട്ട് വീണ് വല്ല ഹാർട്ട് അറ്റാക്കോ അങ്ങനെയൊക്കെ വന്ന് മരിക്കുന്നതാണ് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നത്. നിന്ന നിപ്പിൽ മനുഷ്യൻ ഒരു ദിവസം എത്ര പേരാ മരിക്കുന്നത്? അത്രയേ ഉള്ളൂ നമ്മൾ മനുഷ്യർ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴേക്കും ഞാൻ തട്ടിപ്പോവും, ആർക്കെങ്കിലും പറയാൻ പറ്റും, ഒന്നുമില്ല. അപ്പോൾ നമുക്കൊക്കെ രോഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിടിപെടാം അല്ലേ. അത് ചിലപ്പോൾ മാരകമായ രോഗങ്ങളായിരിക്കാം. ഇപ്പോൾ ഈ പറയുന്ന കരളോ കിഡ്നിയോ ഒക്കെ മാറ്റി വെക്കണമെങ്കിൽ ഒരുപാട് പൈസ ആകത്തില്ലേ. അത്രത്തോളം പൈസയും നമ്മൾ ഭൂരിഭാഗം സാധാരണക്കാരുടെ കൈ കാണത്തില്ലല്ലേ. തീർത്തും വസ്തുതാപരമായിട്ടുള്ള കാര്യമല്ലേ, ഉറപ്പായിട്ടും. അപ്പോൾ അവർക്കൊക്കെ ജീവിക്കണ്ടേ ഇവിടെ? അവരൊക്കെ ആരെ സഹായിക്കുന്നത്? ഈ പറയുന്ന ആൾക്കാർ പൈസ മുക്കുന്നു കക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ ആ ഒരു മനുഷ്യർ കാരണം ഈ ഒരു നമ്മുടെ ചിലപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കും അല്ലെ, പിഞ്ചു കുട്ടികൾ വരെയുണ്ട് ബ്ലഡ് ക്യാൻസർ ഒക്കെ ബാധിക്കുന്നത്. അവർ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. നമ്മുടെ ഇന്ത്യൻ ഒരു നിയമവ്യവസ്ഥയിൽ എടുത്തേക്കുന്ന ഒരു വാചകമാണ്,
1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ? ഇവിടെ സാധാരണ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതല്ലേ ഈ പറയുന്ന ആൾക്കാർ പൈസ അടിച്ചു മാറ്റുന്നു എന്നുള്ള കുറ്റത്തെക്കാളും മുൻതൂക്കം കൊടുക്കേണ്ടത്? നമ്മുടെ ആ ഒരു നിയമവ്യവസ്ഥയുടെ ആ വചനമായിട്ട് നോക്കിയാൽ മതി. ഒരു രോഗി, ഒരു മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ്. അദ്ദേഹം മരിച്ച് ചിലപ്പോൾ വളരെ വേദനയൊക്കെ പിടിച്ച് നരകിച്ചായിരിക്കും മരിക്കേണ്ടത്, ചികിത്സ കിട്ടിയില്ലെങ്കിൽ. അതെല്ലാം മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അവർ ഇപ്പോൾ സപ്പോസ് പൈസ മുക്കുന്നു കക്കുന്നു എന്നൊക്കെ വച്ചോ, ഈ പറഞ്ഞ പോലെ തന്നെ 1000 കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. തീർത്തും അതല്ലേ ഏറ്റവും നല്ല കാര്യം. ഈ ഒരു കാര്യത്തിൻ്റെ കോമഡി എന്തെന്നാൽ ഇവരെ വിമർശിക്കുന്നവരൊക്കെ ഭൂരിഭാഗം അറബിസിക്കന്മാരായിരിക്കും. അതാണ് ഏറ്റവും രസം. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ ഷെയർ ചെയ്യുന്നത്, ഈ പറയുന്ന ഫിറോസ് കുന്നുംപറമ്പിലൊക്കെ പൈസ അടിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞു. ഇവരൊന്നും 5 പൈസയ്ക്ക് ഈ പറയുന്ന ചാരിറ്റിക്കോ അല്ലെങ്കിൽ ഒരുത്തന് 10 രൂപ കൊടുക്കാത്ത ടീംസാണ് ഈ പറയുന്ന ഫിറോസ് കുന്നുംപറമ്പിൽ പൈസ അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത്. എന്തർത്ഥമാണ് അതിലുള്ളത്? ഈ പറയുന്ന പൈസ അയച്ചു കൊടുക്കുന്ന പ്രവാസികൾക്കൊക്കെ തീർച്ചയായിട്ടും അതിന് യോഗ്യതയുണ്ട് ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കാൻ. നിങ്ങളുടെ ഇടപാടുകളിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു 5 രൂപ പോലും ചാരിറ്റിയിലേക്കൊന്നും സംഭാവന ചെയ്യാത്തവർ ഇതിനെതിരെ ചോദ്യം ചെയ്യുമ്പോഴും ഇവർ കുറ്റക്കാരനാണ്, പൈസ മുക്കുന്നു കക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാളുടെ ജീവനാണ് വില കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കക്കുന്നോ പൈസ എടുക്കുന്നോ എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. ആ ഒരു രോഗി രക്ഷപ്പെടുമെങ്കിൽ അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. മറ്റൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു കളിയാക്കുന്ന കാര്യമാണ്, കമൻ്റൊക്കെ കാണാം, നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒരു രോഗി ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള കമൻറ്റ് വന്നോ ശകുന്തള എന്ന് പറഞ്ഞ് ട്രോൾ സെൻസ് കമൻറ്റ് ചെയ്യുന്ന കാണാം. ആ ഒരു കമൻറ്റിൽ ആദ്യത്തെ കമൻറ്റിൽ എന്താണ് പ്രശ്നം? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അടുത്ത ദിവസം രോഗി ഉണ്ടാകത്തില്ലെന്ന് ആര് കണ്ടു? ഞാൻ പറഞ്ഞ പോലെ തന്നെ നിന്ന നിപ്പിൽ മരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മൾ, മനുഷ്യൻ എന്നുള്ളത്. ബയോളജിക്കൽ സ്റ്റഫാണ് നമ്മളൊക്കെ. നാളെ വേണമെങ്കിൽ എൻ്റെ കിഡ്നി അടിച്ചു പോകാം, ലിവർ അടിച്ചു പോകാം, ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെയും പോകാം, ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ലക്ഷങ്ങളും അത്രയും എടുക്കാനുണ്ട്. നമ്മളെപ്പോലെ ഭൂരിഭാഗം സാധാരണക്കാർക്കും കാണത്തില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ സഹായം തരേണ്ടി വരും. അല്ലാതെ നമ്മൾ ഈ പറയുന്ന തെരുവിലേക്ക് ഇറങ്ങി നിന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ ആരും തരത്തില്ല. അതാണ് അതിൻ്റെ പോയിന്റ്. ഈ പറയുന്ന ആൾക്കാർ വേണം, അവരെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ നമുക്കാരും തരത്തില്ല. നമുക്ക് ആ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ. അല്ലാതെ മറ്റേ ഈ പറയുന്ന വീട്ടിൽ രോഗി വന്നോ എന്നുള്ള കമൻറ്റ് വന്നോ എന്നും ചോദിച്ചിട്ട് കാര്യമില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ രോഗി വന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിക്കും. വീട്ടിൽ രോഗികളുള്ളവരത് കമൻറ്റ് ചെയ്യത്തില്ല ഒരിക്കലും. ആ ചോദ്യം ഇവരോട് ആരും ചോദ്യം ചോദിക്കത്തില്ല. അല്ലെങ്കിൽ പാവപ്പെട്ട വീടുകളിൽ ചെറിയ രോഗം പോലുള്ളവരും ആരും ചോദിക്കത്തില്ല. ഇപ്പോൾ രോഗങ്ങളൊന്നും ഇല്ലാത്തവർ, നാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് രോഗം വരാം, അവർ പിന്നെ രോഗം വന്നാലും ചികിത്സിക്കാൻ പൈസയുള്ള പണക്കാർ മണിമാളികളിൽ ഇരുന്നിട്ട് കമൻറ്റ് ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെ, ഇവർ പൈസ കക്കുന്നു മുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആക്ച്വലി ഇവരെങ്ങാനും ചാരിറ്റി പ്രവർത്തനം നിർത്തിക്കഴിഞ്ഞാൽ എത്ര പേര് മരിച്ചു പോകും? അത് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇവർ പൈസ എടുക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കട്ടെ. അതൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ടല്ലോ. ഇവിടെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതി വരെ അന്വേഷിച്ച് പുറത്താകുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവരുടെ അന്വേഷിക്കുന്നില്ല? അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കുറ്റക്കാരാണെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അല്ലെന്ന് കണ്ടെത്തട്ടെ. അതൊക്കെ അവിടെ നടന്നോളും. നമ്മളതിന് ഇടപെട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് ഇവർ കാരണം ഒരുപാട് രോഗികൾ, ഒരുപാട് ജീവൻ രക്ഷപ്പെടുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതൊക്കെ പോട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും എത്രത്തോളം അഴിമതിയാണ് നടക്കുന്നത്. അതിൻ്റെ കോടികളുടെ പൂജ്യമുണ്ടല്ലോ ആ പൈസയുടെ, എണ്ണിയാ തീരത്തില്ല. നമുക്ക് എണ്ണി എടുക്കാൻ പോലും പറ്റത്തില്ല. അത്രയും രൂപയുടെ അഴിമതിയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ MLA മാർ, മന്ത്രിമാർ, കേന്ദ്രത്തിലെ MP മാർ, മന്ത്രിമാർ, എത്ര അഴിമതി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പണ്ട് 1999 കാർഗിൽ യുദ്ധമുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ധീരജവാന്മാരുടെ മൃതശരീരം കൊണ്ടുവരാൻ ശവപ്പെട്ടി ഓർഡർ ചെയ്യണമല്ലോ, കോഫിൻ. ആ ഒരു ബോക്സിൻ്റെ പേരിൽ അഴിമതി നടന്നിട്ടുള്ള രാജ്യമാണ് നമ്മുടെ. കോടാനുകോടിക്കണക്കിന് രൂപയുടെ അഴിമതിയായിരുന്നു അത്. നമ്മുടെ ധീരജവാന്മാരുടെ മൃതശരീരം കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ശവപ്പെട്ടിയുടെ പേരിൽ അഴിമതി നടന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മറക്കരുത് അതൊന്നും. ഇവിടെ 2G സ്പെക്ട്രം, SNC ലാവലിൻ, പിന്നെ കോമൺവെൽത്ത് അഴിമതി, ഇതിനൊക്കെ എത്ര കോടികളുണ്ടായിരുന്നു? ആ പൂജയൊക്കെ എണ്ണി പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇതിനെയൊന്നും പറ്റി നമുക്ക് സംസാരിക്കേണ്ട. ഇവിടെ ആരുടെങ്കിലും ജീവൻ രക്ഷിക്കുമ്പോഴേക്കും അവരെന്തെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കണ്ണു നോക്കിയിരിക്കുന്നത്. ഒരു തരത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പൈസ അയച്ചു കൊടുക്കുന്നവർക്ക്, നന്മയുള്ള മനസ്സുള്ളവർക്ക് അത് ചോദിക്കാം, അതിൻ്റെ കാര്യം നിങ്ങൾ പൈസ എടുക്കുന്നുണ്ടോ, അതിൻ്റെ സുതാര്യത വ്യക്തമാക്കാൻ പറഞ്ഞു. പക്ഷെ 5 പൈസ സംഭാവന ചെയ്യാതെ അസൂയയുടെ കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് എന്ത് യോഗ്യതയാണെന്ന് ചോദിക്കാനുള്ളത്? ഒരു യോഗ്യതയുമില്ല. ഇനി അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വിവാദങ്ങളൊന്നും ഇല്ലാതെ, അതായത് ആർക്കും ഒരു പരാതിയില്ലാതെ എങ്ങനെ ഈ കാര്യം കൊണ്ടുപോകാൻ പറ്റും? വളരെ സിമ്പിളാണല്ലേ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ അയച്ചു കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അവകാശമുണ്ട് ഇവരോടൊക്കെ. ഈ പറയുന്ന ചാരിറ്റി വർക്കേഴ്സ് ആയിട്ടുള്ള ശ്രീ ഫിറോസ് കുന്നംപറമ്പിൽ, സാജൻ കേച്ചേരി, നമ്മുടെ സുശാന്ത് നിലമ്പൂർ, അവരോടൊക്കെ ചോദിക്കാം, നിങ്ങൾ ഈ പറയുന്ന പൈസ, ഞങ്ങളൊരു ആരോപണം കേട്ടു, നിങ്ങൾ ഈ പറയുന്ന പൈസ കൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, അത് സത്യമാണോ എന്നുള്ള കാര്യം ചോദിക്കാം. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുക്കാൻ കൂടെ ബാധ്യസ്ഥരാണ്, അല്ലേ? തർക്കമൊന്നുമില്ലല്ലോ. ഇതെങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ടുള്ള ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇവർ ലൈവ് വീഡിയോ ഇട്ടും പോസ്റ്റൊക്കെ ഷെയർ ചെയ്ത് ഈ പറയുന്ന രോഗിയുടെ അക്കൗണ്ടിലോട്ടാണ് ഒരുപാട് പൈസ വരുന്നത്. രോഗിക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് ഇവർ ഈ ബാക്കി പൈസ കൈപ്പറ്റുകയാണ് ചെയ്യുന്നത്.
ഈ കൈപ്പറ്റുന്ന പൈസ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇടുക. എന്നിട്ട് അവിടുന്ന് വേണ്ട രോഗികൾക്കെല്ലാം വീതിച്ച് അവിടുന്ന് തന്നെ അയച്ചു കൊടുക്കുക അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട്. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. എൻ്റെ അറിവിൽ ശ്രീ ഫിറോസിന്റെ പേരിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം രൂപീകരിക്കുക. എന്നിട്ട് ആ ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ പറയുന്ന പൈസ, ബാക്കി തുക രോഗികളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്ന പൈസ ഉണ്ടല്ലോ, ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരെ ഇടുക. എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ വേണ്ട രോഗികൾക്ക് ഡയറക്റ്റ് ആയിട്ട് വീതിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. അയക്കാൻ ഒരുപാടുമില്ല. ഒരു അക്കൗണ്ട് നമ്പർ, IFSC, പേര്, ഒറ്റ ക്ലിക്ക് പൈസ പൊക്കോളും അല്ലെ. നെറ്റ് ബാങ്കിങ് വളരെ എളുപ്പമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? എല്ലാത്തിനും കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതൊരിക്കലും നമുക്ക് കള്ളം കാണിക്കാൻ പറ്റത്തില്ല. ബാങ്കിന്റെ സെർവറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെയാണ് അയച്ചു കൊടുത്തത്, ആ ഒരു രോഗികളുടെ അക്കൗണ്ട് നമ്പരും അവരുടെ പേരും വിവരങ്ങളും ഉണ്ട്. എന്തോരം പൈസയാണ് അതിലേക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം വളരെ വ്യക്തമാണ്. ഒരു കള്ളവും കാണിക്കാൻ പറ്റത്തില്ല. മോസ്റ്റ് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രേഖകൾ ഈ പറയുന്ന പബ്ലിക്കിന് കാണാൻ പറ്റുന്ന രീതി വയ്ക്കുക, അല്ലെങ്കിൽ ചോദിക്കുന്നവർക്ക് കൈമാറാൻ പറ്റുന്ന രീതി വയ്ക്കുക. മാത്രമല്ല ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഭരണസമിതി കാണും അല്ലേ. അപ്പോൾ അവർ മീറ്റിംഗ് കൂടുമ്പോഴേക്കും അവിടെ ആൾക്കാർക്ക് കണ്ട് ബോധ്യപ്പെടാം. ഈ പറയുന്ന അക്കൗണ്ടുകളും ബാക്കിയെല്ലാം പരിശോധിച്ച് സ്റ്റേറ്റ്മെന്റും എല്ലാം നോക്കാം. അപ്പോൾ ഒരിക്കലും അതിൻ്റെ അകത്ത് കള്ളം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമാക്കണമെങ്കിൽ, ട്രാൻസ്പെറന്റ് ആക്കണമെങ്കിൽ ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്താൽ മതി. രോഗിയുടെ അക്കൗണ്ടിൽ നിന്ന്, രോഗികളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്ന പൈസ അക്കൗണ്ടിലോട്ട് ഇടുക. ആ അക്കൗണ്ടിൽ നിന്ന് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക. ഡയറക്റ്റ് നോട്ടിൻ്റെ ഇടപാട് നടത്താതെ ഡിജിറ്റലായിട്ട് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്തുകൊണ്ടും അവർ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അവർ കാരണം ഒരാളെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലും രോഗികൾ വരാന്നുള്ളത് തമാശയായിട്ട് പറയേണ്ട കാര്യമല്ല, അത് സത്യമാണ്. നമ്മളൊക്കെ ബയോളജിക്കൽ സ്റ്റഫാണ്. നാളെ വേണമെങ്കിൽ നമുക്ക് ഏതൊരു രോഗം പിടിക്കാം. ബ്ലഡ് ക്യാൻസർ പിടിക്കാം, കിഡ്നി അടിച്ചു പോകാം, ലിവർ അടിച്ചു പോകാം. നെഗറ്റീവ് അടിച്ചതല്ല, വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഒരു തർക്കവും ഇല്ല അതിനകത്ത്. നമ്മൾ ഈ പറയുന്ന വിമർശിക്കുന്നവർ വന്നിട്ട് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ, അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ പൈസ എടുത്ത് തരുമോ? ഇല്ല. അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള മാത്രം അഭിപ്രായമാണ്. ഞാൻ അവസാനം ഒരു സൊല്യൂഷൻ പറയുകയും ചെയ്തു. ഈ പറയുന്ന ക്രയവിക്രയങ്ങളൊക്കെ കുറ്റമറ്റതാക്കാൻ വേണ്ടിയിട്ട് പക്കാ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. സുതാര്യത എന്ന് പറയുന്നത് കണ്ണാടിച്ചില് പോലെ ആയിരിക്കും. എല്ലാവർക്കും നോക്കിക്കാണാം ഇവർ ട്രാൻസാക്ട് ചെയ്യുന്ന എമൗണ്ട്. ഒരു കാര്യം പറയുവാണെങ്കിൽ ഇവർക്ക് ആ ഒരു പൈസയിൽ നിന്ന് സ്വന്തം കാര്യങ്ങൾക്ക് എടുക്കാനുള്ള ഒരു അവകാശമില്ല. കാരണം നമ്മുടെ ആൾക്കാർ ആ രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടി അയച്ചു കൊടുക്കുന്ന പൈസയാണ്. ഈ പറയുന്ന രോഗിക്ക് എടുത്തിട്ട് ബാക്കി രോഗികൾക്ക് തന്നെയാണ് കിട്ടേണ്ടത്. കാരണം ആ ഒരു മനസ്സോടെയാണ് അവർക്ക് അയക്കുന്നത്. ഈ പറയുന്ന ആർക്കും തന്നെ അതിൽ നിന്ന് ഒറ്റ രൂപ പോലും എടുക്കാനുള്ള ഒരു അവകാശവും ഇല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്തിനൊക്കെ ആയാലും അത് രോഗികളുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുക തന്നെ വേണം. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് അവരെ പറ്റി പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കാം. അതിലൊരു തെറ്റുമില്ല. എനിക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഇവർ ഈ പറയുന്ന പൈസയിൽ കൈയിട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടെന്നും പറഞ്ഞ് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. സംശയമുള്ളവർ തീർച്ചയായിട്ടും കൊടുക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൊടുക്കുന്നതിലും ഒരു തെറ്റുമില്ല. അങ്ങനെ കൊടുക്ക്, പോലീസ് അന്വേഷിക്കട്ടെ. അവർ കുറ്റക്കാരാണെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ. നമുക്ക് അവരെ പറ്റി എതിർത്തൊരു വീഡിയോ ഇടാം തീർച്ചയായിട്ടും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ജീവന് മുൻതൂക്കം കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി, സൈനിങ് ഔട്ട്.